രാജീവനും സരിതയൊന്നും വന്നില്ലേ? അവരെ വിളിച്ചില്ലേ നീ? അത് വേറെ വിഷയമുണ്ട്. നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നു? ഇല്ലെന്തോ കഴിയട്ടെ കുഞ്ഞാണ്. അവൻ അവിടെ ഇരിക്കുന്നുണ്ട്, നീ പറ. എടി അവനൊന്നും മനസ്സിലാക്കാനുള്ള പ്രായമല്ല, നീ പറ സംഭവം എന്തുവാ? അതായത് രാജീവന്റെ വീട്ടില് അവൻ ജോലിക്ക് പോയ സമയത്ത് നടവാതൊക്കെ 2 ചെരുപ്പ് കിടക്കുന്നു. ആരുടെ? മോഹന്റെ. മോഹന്റെ ചെരുപ്പ് എങ്ങനെ അവിടെ വന്നു? അവനാന്ന് അറിയത്തില്ല, അവൻ മൊബൈൽ കണ്ടോണ്ടിരിക്കില്ലേ. വലിയ വിഷയമായിരുന്നു. എന്തുവാ വിഷയമായെന്ന് പറ. മോഹൻലെ കട്ടിലടിന്ന് പൊക്കി അവിടെ. അയ്യോ മക്കളെ, അത് അങ്ങനല്ലടാ. മോഹൻ അങ്കിളും രാജീവൻ അങ്കിളും അവരെല്ലാരും കൂടെ കട്ടില് പൊക്കി. ഇല്ലല്ലോ, ഞാൻ കണ്ടു. ജനലിനകത്ത് എത്തി നോക്കിയപ്പോ ഞാൻ കണ്ടതാ കട്ടിലടിന്ന് കിടക്കുന്നത്. മതി മതി, ഫോൺ കണ്ടത്. അയ്യേ അയ്യേ സജഷൻ വരുന്നതാ. പ്ലീസ് ഡിലേറ്റ് സെർച്ച് ഹിസ്റ്ററി ഗൂഗിൾ. കുഞ്ഞിനൊന്നും കഴിക്കാൻ കൊടുത്തില്ല. അതെങ്ങനെ 12:30 ആയപ്പോ തുടങ്ങിയ മേക്കപ്പ്? അങ്ങനെ വാരി വലിച്ചൊന്നും കൊടുക്കാൻ പറ്റത്തില്ലെന്ന്. ഇതൊരു ദുഷ്ടിയാടി നീ. ഉച്ചോട്ട് മൂത്രം കെട്ടി കിടന്ന് വാട്ടർ അതോറിറ്റിയുടെ ടാങ്ക് പോലെ. ഒരു കാര്യം ചെയ്യും, അവിടെ ബാത്റൂം പോയി മുള്ളിട്ടോ. സമയം എടുക്കുന്നു. ഉച്ചവരെ കുഞ്ഞിന് മുള്ളണ്ടി സ്നാക്കിയിട്ടുണ്ട് ഞാൻ. സ്നാക്കിയുണ്ടോ? ആ സ്നാക്കിയുണ്ട്. കുഴപ്പമില്ല, മുള്ളിക്കും.